പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ഒന്നാമത്തെ അറിയിപ്പ്, ഇനി മുതൽ യോഗ്യരായ SBI ഉപഭോക്താക്കൾക്ക് ബാങ്ക് ബ്രാഞ്ച് സന്ദർശിക്കാതെ തന്നെ യോനോ വഴി ഡിജിറ്റൽ 2 വീലർ ലോണുകൾ ലഭിക്കുമെന്നുള്ളതാണ്. പ്രതിവർഷം 10.5% എന്ന പലിശ നിരക്കിൽ പരമാവധി 4 വർഷത്തേക്ക് 3 ലക്ഷം രൂപ വരെയുള്ള 2 വീലർ വായ്പയ്ക്ക് ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. SBI ഈസി റൈഡ് എന്ന പേരിൽ SBI യോനോ ആപ്പിലൂടെയാണ് ഈ പ്രീ അപ്രൂവ്ഡ് 2 വീലർ ലോൺ സ്കീം അവതരിപ്പിച്ചിരിക്കുന്നത്. 20,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വായ്പാ തുക. ഡീലറുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് വായ്പാ തുക വിതരണം ചെയ്യുക. ഈ സ്കീമിന് കീഴിൽ വാഹനത്തിന്റെ ഓൺ റോഡ് വിലയുടെ 85% വരെ വായ്പ ലഭിക്കും. ഉപഭോക്താക്കളെ അവരുടെ ഇഷ്ട ഇരുചക്ര വാഹനം വാങ്ങുവാൻ ഈ പുതിയ ഡിജിറ്റൽ ലോൺ ഓഫർ സാധിക്കുമെന്നാണ് SBI ചെയർമാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചത്. മറ്റൊരു ഇൻഫർമേഷൻ, SBIയുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള ഷോപ്പിംഗുകൾക്ക് ഡിസംബർ മാസം മുതൽ പ്രോസസ്സിംഗ് ചാർജ് ഈടാക്കുമെന്നതാണ്. SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾ ഇനി മുതൽ GSTക്കൊപ്പം 99 രൂപ പ്രോസസ്സിംഗ് ചാർജ് കൂടി നൽകണമെന്ന SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു ഇൻഫർമേഷൻ, ജനുവരി 1 മുതൽ ATM ട്രാൻസാക്ഷനുള്ള ചാർജുകളും കൂടുന്നു എന്നുള്ളതാണ്. സൗജന്യമായി ATM ഉപയോഗിക്കുന്നതിനുള്ള പരിധി കഴിഞ്ഞുള്ള ട്രാൻസാക്ഷനുകൾക്ക് ഈടാക്കുന്ന ചാർജിലാണ് വർധന വരുന്നത്. ഇത്തരത്തിൽ പരിധി കഴിഞ്ഞ് ഈടാക്കുന്ന ചാർജ് കൂട്ടുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് അനുമതി നൽകിയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി 1 മുതൽ ഇത്തരത്തിൽ ഈടാക്കുന്ന ചാർജ് 21 രൂപയായി വർദ്ധിപ്പിക്കും. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ RBI ബാങ്കുകൾക്ക് ചാർജ് വർധനവിന് അനുമതി നൽകുന്നത്. ATMന്റെ ചിലവുകളിലുണ്ടായ വർധനവും കൂടാതെ മറ്റ് നഷ്ടപരിഹാരങ്ങളും കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ചാർജ് വർദ്ധിപ്പിക്കുന്നത്. മറ്റൊരു അറിയിപ്പ്, പാൻ കാർഡും ആധാറും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുവാൻ വീണ്ടും ഉപഭോക്താക്കളോട് SBI നിർദ്ദേശിച്ചിരിക്കുകയാണ്. പലതവണ നീട്ടിവെച്ച ഈ നടപടി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവസാന തീയതി 2022 മാർച്ച് 31 മാറ്റിയത്. പാനും ആധാറും ബന്ധിപ്പിക്കാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരും നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പാനും ആധാറും SMS വഴിയോ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയോ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. SMS വഴി ബന്ധിപ്പിക്കുന്നതിനായി UID പാൻ സ്പേസ് 12 ഡിജിറ്റ് ആധാർ നമ്പർ സ്പേസ് 10 ഡിജിറ്റ് പാൻ ടൈപ്പ് ചെയ്ത് 567678 എന്ന നമ്പറിലേക്കോ അതല്ലെങ്കിൽ 56161 എന്ന നമ്പറിലേക്കോ അയക്കാം. വെബ്സൈറ്റ് വഴി പാനും ആധാറും ബന്ധിപ്പിക്കുന്നതിനായി ഇൻകം ടാക്സ് ഇന്ത്യ e-filing.gov.in എന്ന വെബ്സൈറ്റിൽ പോയി അവർ സർവീസസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് ആധാർ എന്നത് കൊടുക്കുക. അടുത്തതായി ചോദിക്കുന്ന വിവരങ്ങൾ മൊബൈൽ നമ്പർ അടക്കം കൊടുത്ത ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ മതി. മറ്റൊരു അറിയിപ്പ്, KSEB ഇപ്പോൾ നൽകുന്ന ഒരു ആനുകൂല്യത്തെക്കുറിച്ചാണ്. വീടുകളിൽ വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്ന എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന ELCB BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകുവാൻ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് മുഖേനയാകും വിതരണം നടക്കുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ELCB സ്ഥാപിക്കുക. പട്ടിക വിഭാഗത്തിലുള്ളവർക്ക് ഉപകരണം സൗജന്യമായി നൽകുവാൻ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട്, ഇടുക്കി, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അപാകതയുള്ള വയറിംഗ് KSEB സൗജന്യമായി മാറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട്. 30 മില്ലി ആംപിയർ വൈദ്യുതി എർത്തിലൂടെ പ്രവഹിച്ചാൽ പോലും വൈദ്യുതി പ്രവാഹം വിച്ഛേദിക്കുമെന്നതാണ് ELCBയുടെ പ്രത്യേകത. ഇത് വീടുകളിലും സ്ഥാപനങ്ങളിലും നിർബന്ധമാണെങ്കിലും പലരും സ്ഥാപിക്കുന്നില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കണക്കനുസരിച്ച് 2019 വൈദ്യുതി അപകടങ്ങളിൽ സംസ്ഥാനത്ത് മൊത്തം 222 പേരാണ് മരിച്ചതെങ്കിൽ 2020 അത് 242 കൂടിയിരുന്നു. അതിനാൽ ഈ ആനുകൂല്യം വേണ്ടുന്ന BPL കുടുംബങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള KSEB ഓഫീസുമായി വരും ദിവസങ്ങളിൽ ബന്ധപ്പെടേണ്ടതാണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തുവാൻ സംസ്ഥാന കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ള സാമൂഹിക സാമ്പത്തിക സർവേ ആരംഭിച്ചിരിക്കുകയാണ്. ഡിസംബർ 15 തീയതി ഇത് പൂർത്തിയാകും. കമ്മീഷൻ കണ്ടെത്തിയതും സർക്കാർ അംഗീകരിച്ചതുമായ മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനാണ് ഈ സർവേ. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷനുകളുടെയും 19,489 വാർഡുകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 5 വീതം കുടുംബങ്ങളെ കണ്ടെത്തി അവരിൽ നിന്നാണ് വിവരശേഖരണം നടത്തുക.
97,446 കുടുംബങ്ങളിൽ ഈ സർവേ നടക്കും. മറ്റൊരു അറിയിപ്പ്, ഈ സർവേയിലൂടെ കണ്ടെത്തുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ ആശ്വാസ നടപടികൾ എത്തിക്കുകയും സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ളവയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.